സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ അതിന്റെ വിവിധ വിഭാഗങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ വിവിധ പരിപാടികളുമായി സജീവമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ക്രിയേറ്റിവിറ്റി വിഭാഗം ഈ വർഷം നടത്തിയ പല പരിപാടികളുടെയും ലിസ്റ്റിൽ വരുന്ന ഒന്നാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഈ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പരിപാടി. ഇതിൽ ഇന്ന് നമുക്കറിയാം, നമ്മളെല്ലാവരും കുവൈത്തിൽ വന്നിരിക്കുന്നത് പിന്നെ ജോലി ആവശ്യാർത്ഥമാണ്. ഇന്നത്തെ ജോലി വളരെ മത്സര ബുദ്ധിയോടുകൂടി മാത്രം നേരിട്ടാൽ മാത്രം എത്തിപ്പെടാവുന്ന ഒരു മേഖലയാണ് ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ജോബ് മാർക്കറ്റ് മറ്റെല്ലാ മേഖലകളും പിന്നെ വളരെ ശാസ്ത്രീയമായി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ജോബ് മാർക്കറ്റും ഇന്ന് ആഗോള തലത്തിൽ ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പ്ലാറ്റ്ഫോമിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള സ്റ്റെപ്പുകളെ കുറിച്ചും ടിപ്സുകളെ കുറിച്ചും കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി നേടാനും നേടിയ ജോലിയിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ സാധിക്കുകയുള്ളൂ. ഈ മേഖലയിൽ തൊഴിൽ വിഭാഗത്തിലുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളെ വളരെയേറെ സഹായിക്കുന്ന രീതിയിൽ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു പരിപാടി എന്ന നിലക്കാണ് ഇന്ന് നമ്മൾ ഈ വിഷയം വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളോട് ഈ വിഷയം നമുക്ക് അവതരിപ്പിക്കുന്നത് ഈ മേഖലയിൽ വളരെയേറെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള സഹോദരൻ PT ഫിറോസ് സാഹിബാണ്. അദ്ദേഹം നിങ്ങൾ പത്രകോളങ്ങളിൽ അദ്ദേഹത്തിന്റെ കരിയർ ആർട്ടിക്കിൾസ് ഒരു മിക്ക ദിവസങ്ങളിലും മാധ്യമം അടക്കമുള്ള പല പത്രങ്ങളിലും ഉണ്ടാകാറുണ്ട്. 15 വർഷത്തോളമായി അദ്ദേഹം ഈ മേഖലയിൽ സിജിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ സജീവമായി കരിയർ ഗൈഡായും കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, കോർഡിനേറ്റർ ആയിട്ട്. അദ്ദേഹം ആക്ച്വലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹം കൺസൾട്ടന്റ് ആയി ഖത്തറിൽ വർക്ക് ചെയ്യാണ്. നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ വളരെ തിരക്ക് പിടിച്ച അദ്ദേഹത്തിന്റെ കരിയറും അതോടൊപ്പം തന്നെ പാഷനായ ഈ മേഖലയും അദ്ദേഹത്തിന്റെ ജോലിയും എല്ലാം വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിട്ടും നമുക്ക് വേണ്ടി ഒരു ദിവസം ഈ സമയം മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറായതിൽ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ നമ്മളോട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പരിപാടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയായ PN അബ്ദുൽ ലത്തീഫ് മദനിയാണ്. ഈ വിഷയം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ നമ്മുടെ സഹോദരൻ PT ഫിറോസ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയുന്നു. നമ്മളുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടികളിൽ നേരത്തെ തന്നെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന ഇപ്പൊ തന്നെ 56 ആളുകൾ 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ പരിപാടിയിൽ എത്തി എന്നത് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നതാണ്. എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അബ്ദുൽ ലത്തീഫ് മദനിയെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇൻഫോർമാറ്റിക് പരിപാടി ശ്രദ്ധിക്കുവാൻ വേണ്ടി സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഒരു ജോലി ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നമാണ്. മാത്രമല്ല അത് വളരെ പ്രാധാന്യപൂർവ്വം തൻ്റെ വ്യക്തി ജീവിതവും തൻ്റെ കുടുംബജീവിതവും തൻ്റെ സാമൂഹ്യ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഒരാൾക്ക് ഒരു ജോലി കിട്ടുക എന്നത്. ഇന്ന് ജോലി ഒരു വലിയ മാത്സര്യം നേടുന്ന ഒരു രംഗമാണ്. ബുദ്ധിയും അറിവും കഴിവും എല്ലാം ഉണ്ടെങ്കിലും
അതിലൊക്കെ നിലവാരത്തിൽ തന്നേക്കാൾ താഴെയുള്ള ആളുകൾ തനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ബുദ്ധിപരമായും മറ്റു വിധത്തിലുള്ള കഴിവുകൾ കൊണ്ടും ഒരു ജോലി നേടുവാൻ ആവശ്യമായ എല്ലാ യോഗ്യതകളും തനിക്കുണ്ടായിട്ടും ചില ടെക്നിക്സ്, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂയെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ജോലി കണ്ടെത്താൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള സാമാന്യമായി ആ രംഗവുമായി ബന്ധപ്പെട്ട വിവരം ഇല്ലാത്തത് കൊണ്ട് വളരെ കഴിവുണ്ടായിട്ടും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഇന്ന് സ്ഥിതിഗതികളൊക്കെ കുറെ വ്യത്യാസപ്പെട്ട് വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി തന്നെ ഇത്തരം രംഗങ്ങളിൽ വളരെ മുന്നിലെത്തുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ആ കാര്യത്തിൽ പ്രത്യേകം പ്ലാനോടുകൂടിയും പ്രത്യേകം പദ്ധതിയോടുകൂടിയും അവരുടെ ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുത്ത് വളരെ ഇൻസെന്റീവായിട്ട് ജോലി മാർക്കറ്റിൽ അവരെ ഇറക്കുവാൻ ആവശ്യമായ മുഴുവൻ സാഹചര്യങ്ങളും ഒരുക്കി അങ്ങനെ ഈ രംഗം അവർ പിടിച്ചടക്കി. പിന്നീടാണ് നമ്മുടെ സമുദായം ആ രംഗത്ത് ഉണർന്നു വരുന്നത്. വളരെ വൈകിയാണെങ്കിലും ആശാവഹമായ പുരോഗതി സിജിയെ പോലെയുള്ള അതുപോലെ തന്നെയുള്ള ചില വൈജ്ഞാനിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനവും വേണ്ടത്ര അറിവും നൽകുന്ന സംവിധാനങ്ങൾ വന്നതോടുകൂടി നമ്മൾ ആ രംഗത്ത് വളർച്ചയാണ്. എന്നാലും ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ നമ്മൾ ഒരുപാട് പുരോഗതിപ്പെടേണ്ടതുണ്ട്. ഫിറോസിനെ പോലെയുള്ള ഈ രംഗത്ത് വളരെ അവഗാഹം നേടിയിട്ടുള്ള ആളുകളുടെ ഒരു ക്ലാസ് വളരെയധികം ഫലപ്പെടും. അതുകൊണ്ട് വളരെ ഫലപ്രദമായ നിലക്ക് ഈ പരിപാടി എല്ലാവരും വീക്ഷിക്കണം. നമുക്കത് വളരെയധികം പ്രയോജനപ്പെടും. നമുക്ക് സ്വന്തം നിലക്ക് മാത്രമല്ല, നമുക്ക് മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഫലപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ അധ്യക്ഷ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഫലപ്രദമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ക്രിയേറ്റിവിറ്റി കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ ക്രിയേറ്റിവിറ്റി വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ പരിപാടി അതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരൻ ഫിറോസിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കേൾക്കുന്നില്ലേ എൻ്റെ ശബ്ദം? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഏറ്റവും ആദരണീയനായ നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനും കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്റർ പ്രസിഡൻറ്റും വിസ്ഡം വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാവുമായിട്ടുള്ള PN അബ്ദുൽ ലത്തീഫ് മദനി, പ്രിയ മാന്യ സുഹൃത്ത് അഷ്റഫ് സാഹിബ്, മറ്റു സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരനാണെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പലയിടത്തും ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണെന്ന് പലയിടത്തും പറയാറുണ്ട്. ആദ്യമായി ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്ററിനെ പ്രത്യേകമായി, ക്രിയേറ്റിവിറ്റി വിങ്ങിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഇന്നത്തെ ജീവിതക്രമത്തിൽ ഒരല്പസമയം അവനവൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവനവൻ്റെ ജോലി ഇടങ്ങളിലെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറായി വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 100 പേര് ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ ഈ സൂം മീറ്റിങ്ങിലുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊരു ഫലപ്രദമായ, നിങ്ങൾക്കൊക്കെ പ്രയോജനം കിട്ടുന്നൊരു സെഷനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന്
എല്ലാവരും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ, എന്നാൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ അഭിവൃദ്ധി നേടാൻ പലപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രൊമോഷന് വേണ്ടിയോ ഒരു മികച്ച ജോലിക്ക് വേണ്ടിയോ ഒക്കെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാതെ പോയ ആളുകളാണ് എൻ്റെ മുന്നിലുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ തൊഴിലിടങ്ങളിൽ ഒരു അഭിവൃദ്ധി നേടുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്നതാണ് എൻ്റെ ഒരു വിഷയം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാൻ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഇതിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ നമുക്ക്? ആർക്കൊന്ന് പ്രതികരിക്കോ? കാണുന്നുണ്ട്. ഓക്കെ. എല്ലാവർക്കും ചാറ്റ് ഓപ്ഷൻ എനേബിൾ അല്ലേ? ചാറ്റ് ചെയ്യാൻ മെസ്സേജ് അയക്കാൻ സാധിക്കൂലേ? എനേബിൾ ആണ്. ഫൈൻ, ഓക്കെ. അപ്പൊ നമ്മുടെ വിഷയം മാർക്കറ്റ് യുവർ സെൽഫ് ടു ഗ്രാബ് ദ ഡ്രീം ജോബ് എന്നാണ്. സ്വപ്ന തുല്യമായ നമ്മുടെ ജോലി കണ്ടെത്താൻ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ വിഷയം. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാവുന്ന, എന്നാൽ വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നമ്മൾ നടത്താൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കാത്തത്? നമ്മൾ വിചാരിച്ച ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചില ആലോചനകളാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളൊരു ജോബ് സെർച്ചിലാണ് ഉള്ളത്. ഇപ്പോൾ ആദ്യമായി വന്ന ആളുകളുണ്ടാവും, ഒരു പക്ഷേ വിസയൊക്കെ എടുത്ത് ജോലി അന്വേഷിച്ച് വന്നവരുണ്ടാവും, അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത് എങ്ങനെ നമുക്ക് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞു, അതല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞു, എങ്ങനെ ഒരു ജോലിക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പുതിയ ജോലിയിൽ എത്തിപ്പെടാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുണ്ടാവും. അത് ഇപ്പോൾ ഉള്ള ജോലി തന്നെ എങ്ങനെ ഒരു അഭിവൃദ്ധിപ്പെടാം, ഒരു പ്രൊമോഷൻ എങ്ങനെ മേടിക്കാം, ഹയർ ലെവലിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ചില ചോദ്യങ്ങൾ ഞാൻ ആദ്യം ചോദിക്കാം. അത് ട്രൂ ഓർ ഫാൾസ്, നിങ്ങൾ ഒന്ന് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ശരിയാണെങ്കിൽ T എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ ഫാൾസ് എന്നതിൻ്റെ F നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഔട്ട് ഓഫ് സെവറൽ ആപ്ലിക്കേഷൻ ഫോർ വൺ പൊസിഷൻ ദ പേഴ്സൺ വിത്ത് ബെസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഗെറ്റ് ദ ജോബ്. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ അക്കാഡമിക് മികവുള്ള ആൾക്കാണ് ജോലി ലഭിക്കുക എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ തെറ്റാണോ എന്ന്? ട്രൂ ആണെങ്കിൽ ശരിയാണെങ്കിൽ T എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ ഫാൾസ് എന്ന് എഴുതാം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അപ്പം മിക്കവാറും ഫാൾസ് എന്നാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കല്ല ജോലി കിട്ടുക എന്നുള്ളത് മനസ്സിലായി. അടുത്ത ചോദ്യം, majority of the jobs are not advertised in the newspaper portal and website, WhatsApp group, etc. Majority of the jobs are not advertised. Correct ആണോ? മിക്ക ജോബ്സും ന്യൂസ് പേപ്പറിലും അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലും അവരുടെ ജോബ് പോർട്ടലൊന്നും അഡ്വർടൈസ് ചെയ്യുന്നേ ഇല്ല. ശരിയാണോ? ഫാൾസ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം പരിഗണിച്ചാൽ മിക്ക ജോലികളും അവർ അഡ്വർടൈസ് ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. മിക്ക ജോലികളും അവർ പേപ്പറിൽ വരുന്നില്ല, അല്ലെങ്കിൽ സൈറ്റിൽ വരുന്നില്ല, അവരുടെ ജോബ് പോർട്ടലൊന്നുമില്ല. ഒട്ടുമിക്ക ജോബ്സും പോകുന്നത് അത് റഫറൽ വഴിയാണ്. അതിലേക്ക് ഞാൻ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ജോബ് മാർക്കറ്റ് ഇൻ കുവൈത്ത് ഓർ മിഡിൽ ഈസ്റ്റ് ഈസ് ആൾറെഡി സാച്ചുറേറ്റഡ്. ശരിയാണോ? ജോബ് മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണ്. ട്രൂ എന്നാണോ? പെട്ടെന്ന് പറയൂ. ഫാൾസ് അല്ലേ? ജോബ് മാർക്കറ്റ് ഈസ് നോട്ട് സാച്ചുറേറ്റഡ്, സ്റ്റിൽ ദർ ഈസ് സ്പേസ് ഫോർ അവർ ജോബ്. നമുക്കൊക്കെ ഇനിയും ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനും ഒരു അഭിവൃദ്ധിപ്പെടാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ അടുത്ത ചോദ്യം,
Always, human resource department is the first place to contact if you are looking for a job. ഒരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി കോണ്ടാക്ട് ചെയ്യേണ്ടത്. സത്യമാണോ? കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിലാണോ നമ്മൾ ജോലിക്ക് വേണ്ടി ആദ്യമായി നമ്മൾ ട്രൈ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക. കമ്പനി നമുക്കുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താം. അവിടുത്തെ എഞ്ചിനീയർ ആവാം, അക്കൗണ്ടന്റ് ആവാം, ഫൈനാൻസ് മാനേജർ ആവാം, അവിടുത്തെ ഓഫീസ് ബോയ് ആവാം. ആരടുത്താണോ നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി പറയാനാവില്ല. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് എവറി ജോബ് യു എവർ ഹെൽഡ് വെൻ റൈറ്റിംഗ് എ റെസ്യൂമേ. റെസ്യൂമേയിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ജോലികളെ കുറിച്ചും മെൻഷൻ ചെയ്യണം. വേണോ വേണ്ടേ? നമ്മുടെ റെസ്യൂമേൽ ഇതുവരെ ചെയ്ത എല്ലാ ജോലിയെക്കുറിച്ചും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും റെലവൻ്റ് ആയ റെസ്യൂമെയാണ് നമുക്ക് വേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ. It is a must that the same CV shall be forwarded to all the job application. ശരിയാണോ? എല്ലാ ജോബ് ആപ്ലിക്കേഷനും നമ്മുടെ സെയിം CV ആണ് അയക്കേണ്ടത്. ഫാൾസ് അല്ലേ? നമ്മുടെ എല്ലാ ജോബ് ആപ്ലിക്കേഷനും സെയിം CV അല്ല അയക്കേണ്ടത്. നമ്മൾ ഓരോ ജോലിക്കും കസ്റ്റമൈസ് ചെയ്ത് CV മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്ത CV ആണ് ഓരോ ജോബിനും അയക്കേണ്ടതാണ് പറഞ്ഞത്. Okay. Less than 5% of the job seekers are successful in obtaining an interview when responding to a blind ad. ഒരു ബ്ലൈൻഡ് ആഡ് പത്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ട് നമ്മുടെ CV ചുമ്മാ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ 5% താഴെ ആളുകൾക്ക് മാത്രമേ ഒരു ഇന്റർവ്യൂ കിട്ടുള്ളൂ എന്ന് സത്യമാണോ? ഇറ്റ് ഈസ് ട്രൂ. ബ്ലൈൻഡ് ആഡിന് നമ്മൾ റിപ്ലൈ ചെയ്താൽ 5% താഴെ ആളുകൾക്ക് മാത്രമേ ഒരു ഇന്റർവ്യൂ പോലും എത്താനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നെറ്റ്വർക്കിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ എഫക്റ്റീവ് ജോബ് സെർച്ച്. നമ്മുടെ നെറ്റ്വർക്കിങ്ങും സോഷ്യൽ മീഡിയയും ഒക്കെ എഫക്റ്റീവ് ജോബ് സെർച്ചിന് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? നെറ്റ്വർക്കിങ്ങും സോഷ്യൽ മീഡിയ ഒക്കെ എഫക്റ്റീവായി ജോബ് സെർച്ച് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജോബ് സെർച്ചുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വെക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. HR ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്മുടെ നെറ്റ്വർക്കിങ്ങിന് വലിയ സാധ്യതയുണ്ട്. ഒരു ജോലി കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നൊരു പ്രൊമോഷൻ കിട്ടാൻ, അതല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ കിട്ടാൻ, വേറെ കുറെ കൂടി നല്ല പൊസിഷനിൽ എത്തിച്ചേരാനൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലേക്ക് ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ let us be a job hunter, not a job searcher. ഒരു സംഭവം സെർച്ച് ചെയ്യുന്നതും ഹണ്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഹണ്ട് ചെയ്യുക എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ജോബ് സെർച്ചർ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യുന്നത് എങ്ങനെ? എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് സെർച്ചിങ് അല്ലേ? ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ ഷുവർ സംവെയർ ഇറ്റ് ഈസ് ദർ. അത് കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഹണ്ടിങ്. സോ ലെറ്റ് us ബി ജോബ് ഹണ്ടർ. നമുക്ക് ഏത് പൊസിഷനിലുള്ള ഒരു ജോബ്, ഏത് പ്രൊഫൈലിലുള്ള ഒരു ജോബാണ് സെർച്ച് ചെയ്യുന്നതെങ്കിലും ഒരു ജോബ് ഹണ്ടറുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നമുക്ക് വേണ്ടത്. ഒരു ജോബ് ഹണ്ടർ ആവുക, അതർ ദാൻ എ ജോബ് സെർച്ചർ എന്നുള്ളത് മനസ്സിൽ വെക്കുക. എ ജോബ് ഹണ്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ ജോബ് സെർച്ചറിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, നോർമലി ഒരു ജോബ് സെർച്ചർ ആണെങ്കിൽ ഹി ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയും കണ്ടാൽ അയാൾ അത് ഉപയോഗപ്പെടുത്തുക. പക്ഷേ ഒരു ജോബ് സെർച്ചർ അതല്ല ചെയ്യുക. ജോബ് ഹണ്ടർ അതല്ല ചെയ്യുക. ജോബ് സെർച്ചർ ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ്. പക്ഷേ ജോബ് ഹണ്ടർ അതിൻ്റെ അപ്പുറത്താണ്. ഹണ്ട് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ലെറ്റ്സ് ഹണ്ട് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഒരു ജോബ് ഹണ്ടർ ആണെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജോബ് ഹണ്ടറുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതല്ല, അതിലപ്പുറം ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നതിനപ്പുറം അത് ഹണ്ട് ചെയ്ത് നമ്മുടേതായ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ലെവലിലേക്ക് ഉയരുമ്പോഴാണ് നമ്മൾ ജോബ് ഹണ്ടർ ആവുന്നത്. സാധാരണ ആരെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി CV അയച്ചു കൊടുക്കുന്ന ഒരാൾ, അതൊക്കെ ഒരു ജോബ് സെർച്ചർ മാത്രമാണ്. നമുക്കൊരു ജോബ് ഹണ്ടർ ലെവലിലേക്ക് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രീ റിക്വസിറ്റ്സ്
ടു ബി എ ജോബ് ഹണ്ടർ, ഒരു ജോബ് ഹണ്ടർ ആവാൻ വേണ്ട നിബന്ധനകൾ എന്താ എന്നുള്ളത് ആദ്യം പറയാം. ഏറ്റവും ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മൈൻഡ് സെറ്റ് പല തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ചില ആളുകൾ പറയും ഞാനൊരു അക്കൗണ്ടന്റ് ആയി വന്നതാണ്, കഴിഞ്ഞ 30 വർഷമായി അക്കൗണ്ടന്റ് ആയി തന്നെ സെയിം കമ്പനിയിൽ ജോലി ചെയ്യാന്നുള്ള ഒരു അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ഒരു അഭിമാനത്തോടു കൂടി പറയേണ്ട കാര്യമല്ല. 30 വർഷം നിങ്ങൾ ഒരേ കമ്പനിയിൽ ഒരേ പൊസിഷനിൽ ജോലി ചെയ്തു എന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യമല്ല. നിങ്ങൾക്ക് അവിടെ നിന്നൊരു പ്രൊമോഷൻ കിട്ടാൻ സാധിച്ചില്ല എന്നോ അവിടെ നിന്നൊരു മികച്ച ജോലി കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഒരു പരാജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ, ഇപ്പോൾ 2021 ഒക്ടോബർ ആണ് ഇപ്പോൾ ഉള്ളത്, 2021 അവസാനിക്കുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ 2022 ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഉള്ളിൽ തന്നെ ഞാൻ മറ്റൊരു ജോലിയിൽ എത്തിച്ചേരും. അതിനു വേണ്ട ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. പിന്നെ ബി കോൺഫിഡന്റ് ആൻഡ് കറേജസ്, നമുക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടാവണം, വളരെ പ്രധാനം. ശരിക്കും പലരും പറയും ഗൾഫിന്റെ കാലം കഴിഞ്ഞു, ഇനി ഇവിടെ അവസരങ്ങളില്ല, അവസരങ്ങളൊക്കെ പോയി, ഇവിടെ പിന്നെ കുവൈത്ത് ആളുകൾക്കാണ്, ഇവിടുത്തെ ആളുകൾക്കുള്ള അവസരങ്ങളാണ് ഉള്ളൂ, പ്രവാസികളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും ഡിസ്കറേജ് ചെയ്യാനും ആളുകളുണ്ടാവും. ഈ സമയത്ത് നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ജോബ് ഹണ്ടറുടെ പ്രീറിക്വസിറ്റ് ആണ്. ബി എംപ്ലോയബിൾ, വളരെ പ്രധാനം. നമുക്ക് ജോലി തരുന്ന ആളുകൾക്ക് അനുസൃതമായ അവർക്ക് വേണ്ട റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാലം എന്ന് പറയുന്നാൽ നിങ്ങൾക്ക് ബിടെക് ഉണ്ടോ, എംടെക് ഉണ്ടോ, MBA ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ആളുകൾ ചോദിക്കുന്നത്, എംപ്ലോയർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്കില്ലുണ്ടോ എന്നാണ്. ലോകമാസകലം സ്കില്ലുള്ള ആളുകൾക്ക് അവസരങ്ങൾ എമ്പാടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാല. നിങ്ങൾക്ക് കോഡിംഗ് അറിയുമോ, നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി അറിയുമോ, നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് അറിയുമോ എന്നതാണ് ചോദ്യം. ഞാനൊരു എഞ്ചിനീയർ ആണ്, എനിക്ക് എഞ്ചിനീയറിംഗ് ജോലി മാത്രമേ അറിയൂ എന്ന് പറയുന്നതിന് പകരം എനിക്ക് അക്കൗണ്ടിങ് അറിയാം, എനിക്ക് പ്രൊക്യൂർമെന്റ് അറിയാം, എനിക്ക് പർച്ചേസിംഗ് അറിയാം, എനിക്ക് കോൺട്രാക്ട് മാനേജ്മെന്റ് അറിയാം, എനിക്ക് അഡ്മിനിസ്ട്രേഷൻ അറിയാം എന്നൊക്കെ പറയുന്ന തരത്തിൽ പുതിയ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും അതുവഴി എംപ്ലോയബിൾ ആവാനുമുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു ജോബ് ഹണ്ടറുടെ പ്രീറിക്വസിറ്റ് ആണ്. ഞാൻ കോളേജിൽ പഠിച്ചത് അക്കൗണ്ടിങ് ആണ്, ബികോം ആണ്, അതുകൊണ്ട് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിച്ചു ഞാൻ അതിൽ ഒതുങ്ങിക്കൂടാ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്താണ് നമ്മുടെ കാലഘട്ടത്തിന് അനുസൃതമായി കമ്പനികൾക്ക് ആവശ്യമുള്ളത് അത് പഠിച്ചെടുക്കാനുള്ള സാഹചര്യം. ഇപ്പൊ അത് പഠിച്ചെടുക്കാൻ എമ്പാടും അസംഖ്യം അവസരങ്ങളുണ്ട്, 100 കണക്കിന് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെയാണ് 100 കണക്കിന് എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ 100-ലധികം പ്ലാറ്റ്ഫോമുകളുണ്ട്. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ നിരന്തരമായി ഉപയോഗപ്പെടുത്തി അതിന്റെ സാഹചര്യങ്ങൾ കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്കറിയുമോ, ലോകത്തുള്ള ഏറ്റവും മികച്ച സർവകലാശാലകൾ, ഓക്സ്ഫോർഡ് ആയാലും സ്റ്റാൻഫോർഡ് ആയാലും ഹാർവാർഡ് ആയാലും പോലെയുള്ള യേൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്ക് വളരെ സൗജന്യമായി ഓൺലൈനിലൂടെ ക്ലാസ് എടുത്ത് നമുക്ക് അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുവഴി സ്കില്ലുകൾ ആർജിച്ചെടുക്കാനും വേണ്ട സാഹചര്യം ഇന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ എത്തിപ്പെടാൻ പോകുന്ന മേഖലയുമായി ബന്ധപ്പെട്ടോ സ്കില്ലുകൾ വർദ്ധിപ്പിച്ച് എംപ്ലോയബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഖത്തറിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമാണ്. ഒരു അക്കൗണ്ടന്റ് ആയ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മനസ്സിലാക്കി അക്കൗണ്ടിങ് ഫീൽഡ് അല്ല അദ്ദേഹത്തിന് കുറച്ചുകൂടി തിളങ്ങാൻ പറ്റുക. അദ്ദേഹം ഓർത്തു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന മേഖലയ്ക്ക് വലിയ സാധ്യതയുണ്ട്. വളരെ കോമ്പിറ്റന്റ് ആയ കോർ കോമ്പിറ്റൻസി ഉള്ള സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിനെ കിട്ടാനില്ലെന്ന് പലരും IT മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, അത് മനസ്സിലാക്കി അദ്ദേഹം സൈബർ സെക്യൂരിറ്റിയിലെ കോഴ്സുകൾ ചെയ്തു. ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്ന നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. കോഴ്സറയുണ്ട്, ഉദമിയുണ്ട്, ഉഡാസിറ്റി ഉണ്ട്, അങ്ങനെ അസംഖ്യം, എഡെക്സ് ഉണ്ട്, നിരവധി 100 കണക്കിന് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇന്ത്യയിൽ തന്നെയുള്ള NPTEL പോലെയുള്ള പ്ലാറ്റ്ഫോം, സ്വയം പ്ലാറ്റ്ഫോമുകൾ, കേരള ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുണ്ട്, അസാപ്പ് ഉണ്ട്, നിരവധി സംവിധാനങ്ങളാണ് ഇതുവഴിയുള്ളത്. അദ്ദേഹം അതിലൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈബർ സെക്യൂരിറ്റി പഠിച്ചു. ഞാൻ ഇന്ന് എൻ്റെ പേഴ്സണൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. വെറും 2000 രൂപയാണ് ആ കോഴ്സിന്. അത്തരത്തിലുള്ളൊരു കോഴ്സ് അദ്ദേഹം ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ കമ്പനിയിലെ IT ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിച്ചു. അദ്ദേഹം ഇന്ന് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടായി ആ കമ്പനിയിൽ ജോലി ചെയ്യുക. പക്ഷെ അദ്ദേഹം പഠിച്ചത് ബികോം പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അക്കൗണ്ടിങ്ങിലാണ് അല്ലെങ്കിൽ കൊമേഴ്സിൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇപ്പോൾ കരിയറുകൾ തമ്മിൽ മെർജ് ചെയ്യുന്ന, ഓവർലാപ്പ് ചെയ്യുന്ന കാലമാണ്. ഒരു കരിയറിൽ നിന്ന് മറ്റൊരു കരിയറിലേക്ക് ട്രാൻസ്ഫർ ആവുകയും അവിടെ നിന്ന് വേറൊരു കരിയറിലേക്ക് പോവുകയും ചെയ്യുന്ന മാറിക്കൊണ്ടിരിക്കുന്ന കരിയറുകളുടെ കാലമാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളല്ല ഒരു കരിയർ എന്നുള്ളത് ഓർക്കുക. നിങ്ങളൊരു ഡോക്ടറാണോ, ഒരു എഞ്ചിനീയർ ആണോ, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫാണോ, ഒരു അക്കൗണ്ടൻ്റ് ആണോ, അതല്ലെങ്കിൽ ഒരു ഫൈനാൻസ് മേഖലയിലെ ആളാണോ, ഒരു ഡ്രൈവറാണോ, പ്രൊക്യൂർമെൻ്റ് ആണോ, എന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കും പോകാനുള്ള സാഹചര്യത്തിൻ്റെ വാതിലുകൾ ഇന്ന് തുറന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ജോലി അന്വേഷിക്കുക എന്ന് പറയും. ജോബ് ഹണ്ടിങ് ഈസ് നോട്ട് എ ലിഷർ ടൈം ആക്ടിവിറ്റി. അത് വളരെ പ്രധാനമാണ്. ഒഴിവുള്ളപ്പം ഏതെങ്കിലുമൊക്കെ CV കൊടുക്കുക എന്നുള്ളതിന് പകരം ഇതൊരു ജോലിയാണ്. ജോലി അന്വേഷണവും അതല്ലെങ്കിൽ പുതിയ ജോലി കണ്ടെത്തലും ഒരു ജോലിയാണ്. അതിനൊരു സമയം മാറ്റിവെക്കൽ വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഇതിനു വേണ്ടി മാറ്റിവെക്കുമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓർക്കുക. പിന്നെ ഹാവ് എ പവർഫുൾ CV. വളരെ പവർഫുൾ ആയ ഒരു CV വേണം. ഇതിലേക്ക് ഞാൻ വരാം. പിന്നെ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഗെറ്റ് ദ ഡിസൈർഡ് ജോബ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലി അത് ആരെങ്കിലും കൊണ്ടുതരുമെന്നോ, നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടുതരുന്നോ, റിലേറ്റീവ്സ് കൊണ്ടുതരുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും നമ്മളെ എത്തിച്ചു തരുമെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഫൈൻഡ് ഔട്ട്. നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കാം. അതല്ലെങ്കിൽ പുതിയൊരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാം, പുതിയൊരു അവസരം കണ്ടെത്താം, അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി കാണുകയും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ആൾക്ക് മാത്രമേ നല്ല ജോലിയിൽ എത്താൻ സാധിക്കുള്ളൂ. ഇതെല്ലാമാണ് ഒരു പ്രീ റിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. അതിന് വേണ്ട റിക്വയർമെന്റുകൾ ഇതൊക്കെയാണെന്നുള്ളത് ഓർക്കുക. പിന്നെ പ്രാക്ടീസ് എലിവേറ്റർ പിച്ച്. എന്താണ് എലിവേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ ആരും കേട്ടിട്ടുണ്ടോ? എലിവേറ്റർ പിച്ച് ഉണ്ടോന്നോ ഇല്ല എന്ന് പറയണം. ഒന്ന് ചാറ്റിൽ വരുമോ? എലിവേറ്റർ പിച്ച് എന്താണെന്നറിയോ? എനിബഡി നോസ് എലിവേറ്റർ പിച്ച്? നോ, ഇല്ല, അറിയില്ല. ഇംതിയാസ് പറഞ്ഞു അറിയില്ല. ആരെങ്കിലും അറിയുന്നോ? ഇല്ല. ഓക്കെ, ഫൈൻ. എലിവേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എലിവേറ്ററിൽ പോവാന്ന് വിചാരിക്കുക. ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു 4th ഫ്ലോറിലേക്ക് എലിവേറ്ററിൽ പോവാണ്. ആ എലിവേറ്ററിൽ നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അദ്ദേഹവും നമ്മളും തമ്മിൽ എത്ര സമയം നമ്മുടെ കൂടെ ഉണ്ടാവും? അദ്ദേഹം ഒരു 5 സെക്കൻഡ്സ് അല്ലേ, അത്ര സമയമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഈ 10 സെക്കൻഡ്സ് ഉള്ള സമയത്തിനിടക്ക് നമുക്ക് നമ്മളെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറയാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വി നോ ഹൗ ടു ഡീൽ എലിവേറ്റർ പിച്ച്. അതാണ് എലിവേറ്റർ പിച്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു ആളെ പരിചയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് എലിവേറ്റർ പിച്ച്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബ്രീഫ് സ്പീച്ച് അബൌട്ട് യു, നമ്മളെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഹൂ ആർ യു? ഞാൻ ആരാണ്? വാട്ട് ഡു യു ഡു? ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു വാണ്ട് ടു ഡു? നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഇന്ന ആളാണ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഐ എം എൻ അക്കൗണ്ടന്റ് ബൈ പ്രൊഫഷൻ, ബട്ട് ഐ വാണ്ട് ടു ബി എ ഫൈനാൻഷ്യൽ മാനേജർ. അങ്ങനെ ഒരു ലെവലിലേക്ക് നമുക്ക് നമ്മളെക്കുറിച്ച് എലിവേറ്റർ പിച്ചിൽ പറയാൻ കഴിയുമെങ്കിൽ അതിന് പറയുന്ന പേരാണ്, അതാണ് നമ്മുടെ ജോബ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായി ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, നമ്മുടെ ഒരു എലിവേറ്ററിൽ കയറുന്നു, എന്നിട്ട് ഇദ്ദേഹത്തെ സംസാരിക്കുന്നു, വി ഗോട്ട് ദ ഡീൽ. അത് അവസാനം ആ എലിവേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് അദ്ദേഹത്തിന് നമ്മളെ കുറിച്ചുള്ള ഡീല് കൺഫേം ചെയ്യാനും അതുവഴി നമുക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാക്കാനും സാധിക്കുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് എലിവേറ്റർ പിച്ച്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. നമ്മളെ കുറിച്ച് നമ്മൾ വളരെ ഷോർട്ടായി വളരെ സ്വീറ്റായി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ദ എസെൻഷ്യൽസ്. ഈ ഒരു ആസ്പെക്ട് വളരെ വളരെ പ്രധാനമാണ്. ബി പോസിറ്റീവ് ആൻഡ് പെർസ്വേസീവ്. അതാണ് ഒരു എലിവേറ്റർ പിച്ചിന്റെ ക്വാളിറ്റി. എലിവേറ്റർ പിച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് ബൈ പ്രാക്ടീസ് തന്നെ ചെയ്യണം കേട്ടോ. അത് നമ്മൾ ഒരു തിയറി മനസ്സിലാക്കി വെക്കുന്നതിനപ്പുറം ബൈ പ്രാക്ടീസ് എലിവേറ്റർ പിച്ച് നമ്മളെ കുറിച്ച് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെയുള്ള മറ്റൊരു കാര്യം പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. നേരത്തെ പറഞ്ഞ പോലെ എലിവേറ്റർ പിച്ച് പ്രാക്ടീസ് തന്നെ ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്തു വന്നാൽ നമുക്ക് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ളത് ഓർക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യം, ഡു നോട്ട് ഫോർഗെറ്റ് ഐഡന്റിഫൈ ആൻഡ് പ്രയോറിറ്റൈസ് ഇൻട്രസ്റ്റഡ് ആൻഡ് കോമ്പിറ്റന്റ് ഏരിയ. നമ്മൾ ഏത് മേഖലയിലേക്കാണ് പോകാനുള്ള ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. പലപ്പോഴും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട മേഖല ആവണമെന്നില്ല, ഡിഫറെൻ്റ് ആയ മേഖലയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ ഒരു അസോസിയേറ്റഡ് ആയ അതിനേക്കാൾ കുറെ കൂടി ആഡഡ് ആയ അഡ്വാൻസ്ഡ് ആയ മേഖലയിലേക്ക് പോകണമെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതൊക്കെ എംപ്ലോയേഴ്സിന് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നോ അതിനെക്കുറിച്ചുള്ള ഒരു റെക്കോർഡ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. നമ്മുടെ ഇന്ന ജോലിക്കൊക്കെ അപേക്ഷിച്ചു, ലിങ്ക്ഡിൻ വഴിയോ അതല്ലെങ്കിൽ ജോബ് സൈറ്റ്സ് വഴിയോ ഇന്ന വഴിയോ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഒരു ലിസ്റ്റ് വേണം.
എന്നിട്ട് ഇൻഡസ്ട്രി പ്രാക്ടീസസിനെ കുറിച്ച് നല്ലൊരു ബോധം വേണം. നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് പോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, അവിടെയുള്ള കോഡുകൾ, ബിൽഡിംഗ് കോഡ്സ് എന്താണ്, അവിടുത്തെ നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് ഇൻഡസ്ട്രി, നിങ്ങൾ സേഫ്റ്റി മേഖലയിൽ പോകുന്നെങ്കിൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺട്രിയിലെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് എന്താണ്, അവിടെ ഉദ്ദേശിക്കുന്ന കോമൺലി യൂസ്ഡ് ടൂൾസ് എന്താണ്, അവിടുത്തെ അതോറിറ്റി റിക്വയർമെന്റ്സ് എന്താണ്, കോഡ്സ് എന്താണ്, റെസ്ട്രിക്ഷൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ വേണം. ആ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള നെറ്റ്വർക്ക്സുമായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അവിടുത്തെ അലുമിനി ഉണ്ടാവും, നിങ്ങൾ പഠിച്ച കോളേജിലെ അലുമിനി ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി പ്രൊഫഷണൽസ്, ആ മേഖലയിലുള്ള ആളുകളുമായി കോൺടാക്ട് ചെയ്ത് അത് നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, അതിലേക്ക് വിശദമായി പോകുന്നില്ല. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് 20-20-60 റൂളാണ് ജോബ് ഹണ്ടിങ്ങിന് സാധാരണ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള രീതി. 20-20-60 റൂൾ. 20-20-60 റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയം എത്രയെന്ന് വെച്ചാൽ അതിനെ 3 തിരിക്കണം. 20-20-60. ഇപ്പൊ പ്രത്യേകിച്ച് പുതുതായി ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്തം സമയത്തെ 3 വിഭജിച്ച് ആദ്യത്തെ 20% അപ്ലൈയിങ് ദ ജോബ്സ് ചെയ്യുന്ന പോർട്ടൽ, വെബ്സൈറ്റിലും പോർട്ടലിലും ഒക്കെ കാണുന്ന ജോബിന് അപ്ലൈ ചെയ്യാനാണ് 20% സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നത്തെ 20% റിക്രൂട്ടേഴ്സിനെ ഡയറക്ട്ലി അപ്രോച്ച് ചെയ്യുക. ജോബ് പോർട്ടൽ കാണാതെ ഡയറക്ട്ലി റിക്രൂട്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ അടുത്ത 20%. പിന്നത്തെ 60% നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. നെറ്റ്വർക്കിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ജോലി കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്ന ഒരു വലിയ സാധ്യത കൂടിയാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗൂഗിൾ കീവേഡ്സ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ റൈറ്റിംഗ് ജോബ്സ് എന്ന് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതും റൈറ്റിംഗ് ജോബ്സ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാലോ, ഗൂഗിളിന് അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് വളരെ സ്പെസിഫിക് ആയ ജോബ്സ് കിട്ടണമെങ്കിൽ ഇതുപോലെ കീവേഡ്സ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് മാർക്കറ്റിംഗ് റൈറ്റർ ജോബ്സ് ഓർ ബിസിനസ് റൈറ്റർ ജോബ്സ് ആകുമ്പോൾ രണ്ടുമായി റിലേറ്റഡ് ആയ ജോബ്സ് വരും നിങ്ങൾക്ക് അറിയുന്ന പോലെ. പിന്നെയുള്ളൊരു കാര്യം ബിസിനസ് റൈറ്റർ ജോബ്സ്, ടെക്നിക്കൽ ഫീൽഡിലെ ബിസിനസ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ജോബ് അന്വേഷിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ ലിങ്ക്ഡിനിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗൂഗിൾ ചെയ്യാം, മാർക്കറ്റിംഗ് റൈറ്റർ സൈറ്റ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത ഇതുമായി ബന്ധപ്പെട്ട ജോബ്സ് അറിയണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റും. വേറെ ഗൂഗിൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ ജോബ് റിക്വയർമെന്റ്സ്, നമ്മുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല കോമ്പറ്റേറ്റീവായി റൈറ്റ് ചെയ്യാൻ നല്ല ബിസിനസ് റൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ള നല്ല ലാംഗ്വേജ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് റൈറ്റർ ഇത് അലൈൻ ടെക്സ്റ്റ് ജോബ് റിക്വയർമെന്റ് എന്ന രീതിയിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ ടൈം ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എനി ടൈം എന്നുള്ളതിന് പകരം പാസ്റ്റ് മന്തോ പാസ്റ്റ് വീക്കൊക്കെ സെലക്ട് ചെയ്താൽ ഏറ്റവും അവസാനം പോസ്റ്റ് ചെയ്ത ജോബ് പോസ്റ്റിംഗ് കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈറ്റിൽ തന്നെ പഴയ പോസ്റ്റിംഗ് അല്ലാതെ ഏറ്റവും പുതിയത് കിട്ടാനുള്ള മാർഗമാണ് ഇതൊക്കെ. ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ നമ്മുടെ ഫീൽഡ് വളരെ പ്രധാനമാണ്, ഏത് ഫീൽഡാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ലൊക്കേഷൻ വൈസ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഒരു കുവൈത്ത് മാത്രമായി നമ്മൾ ചുരുക്കി കാണരുത് ഒരിക്കലും. നമ്മുടെ ഒരു കരിയർ എന്ന് പറയുന്നത് ലോകത്തോളം വിശാലമായി കിടക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗം ബാക്കി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 20, 25, 30 വയസ്സൊക്കെ ഉള്ള ആളുകൾ, അതിൽ മുതിർന്ന ആളുകളാണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്ത് മാത്രം റെസ്ട്രിക്റ്റഡ് ആയി നമ്മൾ ജോബ് സെർച്ചിനെ കുറിച്ച് ആലോചിക്കരുത്. നമുക്ക് പറ്റിയ അവസരങ്ങൾ എവിടെയാണ് ഉള്ളതെങ്കിലും അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. ഡിസൈഡ് ജോബ് ടൈറ്റിൽ വഴി നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം ബാക്കി സ്ഥലങ്ങളിലുള്ള ജോബ് ഇതേപോലെ കണ്ടെത്താൻ കഴിയും. ലൊക്കേഷൻ വഴി നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കിൽസും ടൂൾസും ജാർഗണൊക്കെ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു പ്രത്യേക ഫീൽഡിൽ ജോലി മാത്രമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടൂൾ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. അവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് ഉപയോഗിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ കമ്പനി നെയിംസ് വഴി സെർച്ച് ചെയ്യാനൊക്കെ സാധിക്കും. ജോബ് ടൈപ്പ് വഴി സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇതുപോലെ ലേറ്റസ്റ്റ് മാർക്കറ്റിംഗ് ജോബ്സ് ഇൻ ഖത്തറിലൊരു എക്സാമ്പിളാണ് ഇത്. ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മുടെ ടൈം മാറ്റിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള സെലക്ട് ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കും എന്നർത്ഥം. പിന്നെ നമുക്ക് അടുത്തൊരു സംഗതി, ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉള്ളവർ ഇല്ലാത്തവരുണ്ടോ ഇതിൽ? ലിങ്ക്ഡിൻ അക്കൗണ്ട് ഏറ്റവും പവർഫുൾ ആയ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. സാധാരണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ ഉണ്ട്. എന്നാൽ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനുള്ള ഏറ്റവും ശക്തമായ ഒരു ടൂളാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്രൊഫൈൽ. ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്രൂട്ടേഴ്സൊക്കെ വളരെ
ആക്റ്റീവ്ലി പരിശോധിക്കുന്ന ഒരു മേഖലയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ലിങ്ക്ഡിൻ വഴി ജോലി അന്വേഷിച്ച നിരവധി ആളുകളുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, കോവിഡ് ലോക്ക്ഡൗണിൻ്റെ കാലത്താണ്. അദ്ദേഹം ചുമ്മാ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, പ്രൊഫൈലിൽ പോസ്റ്റിംഗ് ഒക്കെ ചെയ്യും. മൈക്രോസോഫ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിന് കോൾ വന്നത്. ഖത്തറിലുള്ള ആളാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഖത്തർ എൻ്റെ ഡിവിഷനിലൊരു ജോലി, നല്ല പൊസിഷൻ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ലിങ്ക്ഡിൻ വഴി കിട്ടി. അങ്ങനെ എത്ര ആളുകളാണ് ലിങ്ക്ഡിൻ വഴി ജോലി കണ്ടെത്തുന്നത്. അപ്പോൾ ലിങ്ക്ഡിൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാധ്യതകൾ മലയാളികൾ പൊതുവെ ഉപയോഗപ്പെടുത്തി കാണുന്നില്ല എന്ന വിമർശനം വളരെ പ്രബലമായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിന് വേണ്ട നല്ലൊരു പ്രൊഫൈൽ ലിങ്ക്ഡിനിൽ ഉണ്ടാക്കണം. അതിന് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം. ഒരു ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് പോലെ നമ്മുടെ ഒഴിവ് സമയത്ത് കാണേണ്ട ഒരു കാര്യമല്ല. ദിവസം 1 മണിക്കൂറോ ഒരു 45 മിനിറ്റ്സോ ഒക്കെ ഇതിനു വേണ്ടി നമുക്ക് ജോബ് അന്വേഷിക്കുന്ന ആളുകൾ, ആക്റ്റീവ്ലി ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ലിങ്ക്ഡിനിൽ കാര്യമായി സമയം ചെലവഴിക്കണം എന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്. അങ്ങനെ ചെലവഴിച്ചാൽ നമുക്കത് എഫക്റ്റീവായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല. നല്ലൊരു ഫോട്ടോഗ്രാഫ് വെക്കണം, നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം, അതുപോലെ നല്ലൊരു ഹെഡ്ലൈൻ കൊടുക്കണം. നമ്മുടെ പ്രൊഫൈൽ ജോബും നമ്മുടെ പേരും നമ്മുടെ ക്വാളിഫിക്കേഷനും പ്രസന്റ് ജോബും ഒക്കെ ബന്ധപ്പെട്ട് നല്ലൊരു ഹെഡ്ലൈനും ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടൈറ്റിൽ വേണം. അതുപോലെ പേഴ്സണൽ URL കസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് ലിങ്ക്ഡിനിൽ പേഴ്സണൽ URL കൊടുക്കാൻ പറ്റും. ആ പേഴ്സണൽ URL കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ കോൺടാക്ട് ഇൻഫർമേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒക്കെ അതൊന്നും അങ്ങനെ കൊടുക്കാൻ മടിക്കേണ്ടതില്ല. നമ്മൾ വിചാരിക്കേണ്ട നമ്മളെക്കുറിച്ച് നമ്മൾ വെറുതെ പോസ്റ്റ് ചെയ്യാണെന്നതല്ല. ശരിക്ക് അത് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായി നമ്മളെ അതേ പ്രൊഫൈലിലുള്ള ആളുകളെ അന്വേഷിക്കുന്നവർക്ക് എളുപ്പത്തിൽ കണ്ടെത്താനുള്ള വലിയൊരു സാധ്യതയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ എഫക്റ്റീവായി ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ കോമ്പിറ്റൻസീസ് നന്നായിട്ട് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്കിംഗ് സ്കില്ലുണ്ടോ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, റൈറ്റിംഗ് സ്കില്ലുണ്ടോ, പ്രസന്റേഷൻ സ്കില്ലുണ്ടോ, അത് കൃത്യമായി അതിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആസ് ലോങ് ആസ് യു ആർ സെർച്ചിങ് ഫോർ എ ജോബ്. ഓക്കെ. പിന്നെ റെക്കമെൻഡേഷൻസ് പരമാവധി സ്വീകരിക്കുക. നമ്മുടെ അടുത്ത ആളുകൾ നമുക്ക് റെക്കമെൻഡേഷൻ മേടിക്കാൻ പറ്റും. നമ്മളുമായി ബന്ധമുള്ള ആളുകൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നമ്മൾ ഒരാളെ റെക്കമെൻഡ് ചെയ്ത അയാൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യും, ഒരാളെ എൻഡോസ് ചെയ്ത അയാൾ നമ്മളെ എൻഡോസ് ചെയ്യുക. ആ രീതിയിലൊക്കെ അത് ചെയ്ത് എഫക്റ്റീവ് ആക്കാൻ പറ്റും. നല്ല പ്രൊഫഷണലായ ആളുകൾ, ഹൈ പ്രൊഫൈലുള്ള ആളുകൾ നമ്മളെ റെക്കമെൻഡ് ചെയ്താൽ ഇറ്റ് മേക്സ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഇൻ ദ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നുള്ളതാണ് സത്യം. നമ്മുടെ സ്കില്ലുകളൊക്കെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പവർഫുൾ CV നമുക്ക് ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലിങ്ക്ഡിനിൽ CV കൊടുക്കാൻ പറ്റും. നമ്മുടെ CV അതിൽ നമുക്ക് എംപ്ലോയേഴ്സിന് വിസിബിൾ ആയ രീതിയിൽ നമുക്ക് കൊടുക്കാം. then try to connect with the successful people in your profession. നമ്മുടെ പ്രൊഫഷനിലുള്ള ലോകത്തെമ്പാടുമുള്ള ആളുകളുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവരുമായി നമുക്ക് ഡിസ്കഷൻസ് ഏർപ്പെടുത്താൻ പറ്റും. ചില പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ active in the LinkedIn, it makes a positive feeling about you as far as the job market is concerned. ജോലിയിൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹയർ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ മിക്കവാറും ലിങ്ക്ഡിനിൽ വളരെ സജീവമായിരിക്കും. ലിങ്ക്ഡിൻ ഹയർ ജോബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലിങ്ക്ഡിൻ മാത്രമായി തന്നെ ഒരുപാട് ആർട്ടിക്കിൾസും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ ലിങ്ക്ഡിൻ എങ്ങനെ എഫക്റ്റീവ് ആക്കാമെന്ന് മനസ്സിലാവും. നമുക്ക് ടാഗ്സ് ആഡ് ചെയ്യാം. നമ്മുടെ റെലവൻ്റ് ആയ ടാഗ്സ്, നമ്മളുമായി ബന്ധപ്പെട്ട ടാഗ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ്, നമ്മുടെ റിലേറ്റഡ് ആയ മേഖലയിലെ ഗ്രൂപ്പ്സിൽ നമുക്ക് പരമാവധി ജോയിൻ ചെയ്യാം. ഒരു ടെക്നിക്കൽ റൈറ്റർ, അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ, എന്തോ ആവട്ടെ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലയിലെ ഗ്രൂപ്പുകളിൽ നമ്മൾ ആക്റ്റീവ് ആകും. ലിങ്ക്ഡിൻ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ വളരെ സജീവമായി നമുക്ക് ഡിസ്കഷൻസിൽ പങ്കെടുക്കാം. അത് നമ്മുടെ ഒരു കൂടുതൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയാണ്. ഓഫ് കോഴ്സ് എംപ്ലോയേഴ്സ് ആർ ലുക്കിംഗ് ആൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ്. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ആഡഡ് ബെനിഫിറ്റ്. പിന്നെ മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനം. എസ്പെഷ്യലി ഹൈ പ്രൊഫൈൽ ആളുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ തന്നെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മൾ നല്ല പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ റെക്കമെൻഡേഷനും എൻഡോസ്മെന്റും റെക്കമെൻഡേഷനും ഒക്കെ പരമാവധി ചോദിച്ചു വാങ്ങുന്നവർ വരെ ഉണ്ട്. എന്നെ ക്യാൻ യു പ്ലീസ് റെക്കമെൻഡ് മീ എന്നൊക്കെ പേഴ്സണൽ മെസ്സേജ് ഇട്ട് ആളുകൾ റെക്കമെൻഡ് ചെയ്യിക്കും. അതുപോലെ എൻഡോസ് ചെയ്യിക്കും, നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ അത് നമ്മുടെ പ്രൊഫൈലിൽ ഒരു അട്രാക്റ്റീവ് ആവും, ഒരു പവർഫുൾ പ്രൊഫൈലായി മാറും. പവർഫുൾ പ്രൊഫൈലായി മാറിയാൽ അത് ജോബ് അന്വേഷണത്തിന് വളരെ പോസിറ്റീവായിട്ട് സഹായിക്കുമെന്നതാണ് വസ്തുത. ഇതാണ് ലിങ്ക്ഡിൻ വഴി ജോലി അന്വേഷിക്കേണ്ട ഒരു സാധ്യത. ഇത് കുറച്ചുകൂടി വിശദമായി പറയേണ്ടതുണ്ട്, നമുക്ക് സമയക്കുറവുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് ജോബ് സൈറ്റ്സ് ഉണ്ട്, ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട്. byte.com, ഇൻഡീഡ്, അതുപോലെ നൗക്കരി, ഗൾഫ്, ഡുബ്സിൽ, അതുപോലെ ഗൾഫ് ടാലന്റ്, ഒരുപാട് സിംപ്ലി ഹയർ, ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട്.
പലപ്പോഴും പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ജോബ് സൈറ്റ്സിലൊക്കെ പെട്ടുപോയ ആളുകൾ കഥകൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു 10ഓളം ഒരു മോർ ദാൻ ഹാഫ് ഡസൻ, ഒരു 6-ലധികം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ജോബ് സൈറ്റ്സ് വഴി ജോലി കിട്ടിയവർ. ഇവിടെ അടുത്ത് റീസെൻ്റ്ലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോബ് സൈറ്റ്, ആരാണ് നമ്മുടെ സ്ക്രീനിൽ കളിക്കുന്നത്? സ്ക്രീനിൽ ആരോ കാര്യമായി പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ജോബ് സൈറ്റ്സ്, ഒത്തിരി ജോബ് സൈറ്റ്സ് ഉണ്ട്. അതിനെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക. ജോബ് സൈറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം, പെയ്ഡ് വെർഷനിലൊന്നും പോയി ക്യാഷ് ഒന്നും കൊടുക്കരുത്. എന്നാൽ ഇതുപോലെയുള്ള നിങ്ങളുടെ കൺട്രി സ്പെസിഫിക് ആയ ജോബ് സൈറ്റ്സ് ഉണ്ട്. ആ ജോബ് സൈറ്റ്സിന് കസ്റ്റമൈസ്ഡ് CV, പവർഫുൾ ആൻഡ് കസ്റ്റമൈസ്ഡ് CV കൊടുക്കാൻ പറ്റും. ഓരോ പർട്ടിക്കുലർ ജോബിന് അനുസൃതമായ CV ആ സമയത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും. ക്ലാസിഫൈഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യുക. അത് വെച്ചിട്ട് വിവിധ രാജ്യങ്ങളിൽ, എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെയുള്ള ജോലികളൊക്കെ ഇങ്ങനെ ജോബ് സൈറ്റ്സ് വഴി കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് അതെല്ലാം ഫേക്ക് ആണെന്നും എല്ലാം തട്ടിപ്പാണെന്നും വിചാരിക്കരുത്. വളരെ ഓതന്റിക് ആയ ജോബ് സൈറ്റ്സ് നിരവധി ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ആരാണ് നമ്മുടെ സ്ക്രീന്? അഷഫ് സാറേ, സാർ ഒന്ന് സ്ക്രീന് ഷെയർ റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ സ്ക്രീൻ ചെയ്യാമോ സാറേ? ചെയ്യാം. അതായിരിക്കും നല്ലത്. ആരോ കാര്യമായി പ്രയോഗിക്കുന്നുണ്ട് അവിടെ. അതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കി. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റെസ്യൂമെ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. CV അല്ലെങ്കിൽ റെസ്യൂമെ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാണ്. റെസ്യൂമെ എന്ന് പറഞ്ഞാൽ CV ഓർ റെസ്യൂമെ ഈസ് അവർ ഫസ്റ്റ് എൻട്രി പോയിന്റ് ആണ്. നമ്മുടെ ജോബ് മാർക്കറ്റിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ എൻട്രി പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ CV എന്ന് പറയുന്നത്. അത് യൂസ് ഇറ്റ് ടു പ്രൊമോട്ട് യുവർ സെൽഫ്. നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും പവർഫുൾ ആയ ടൂള് നമ്മുടെ CV ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് അവർ CV ഷുഡ് ബി പവർഫുൾ. അത് വളരെ അട്രാക്റ്റീവ് ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്ങനെ നമുക്ക് CV അട്രാക്റ്റീവ് ആക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് അത് നിങ്ങളുടെ CV ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ ഇറ്റ് വിൽ മേക്ക് സം ഡിഫറൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റെസ്യൂമെ ആൻഡ് CV എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അതെന്താണെന്ന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. റെസ്യൂമെ എന്ന് പറഞ്ഞാൽ 1 or 2 പേജ് സമ്മറി ഓഫ് യുവർ സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു 1-2 പേജിലുള്ള സമ്മറിയാണ് നമ്മുടെ റെസ്യൂമെ. എന്നാൽ CV എന്ന് പറയുന്നത് മച്ച് മോർ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ് CV എന്ന് പറയുന്നത്. അതുപോലെ ബയോഡാറ്റ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഫിസിക്കൽ സോഷ്യൽ ഗ്രോത്ത് ഓഫ് എ പേഴ്സൺ, ഫാമിലി റിലേറ്റഡ് തിങ്സ്, ഹൈറ്റ്, കളർ, വെയിറ്റ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത്, കാസ്റ്റ്, ഇത്ര സംഭവങ്ങളൊക്കെയാണ് ബയോഡാറ്റയിൽ ഉണ്ടാവുക. ഇപ്പം ബയോഡാറ്റ നമ്മുടെ ജോബ് മാർക്കറ്റിൽ ഒരിക്കലും ബയോഡാറ്റ ഉപയോഗിക്കാറില്ല. എന്നാൽ ബയോഡാറ്റ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കല്യാണത്തിനൊക്കെ ബയോഡാറ്റ കൊടുക്കുന്നുണ്ട്. ഒരു വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ, ചെക്കൻ്റെ, പെണ്ണിൻ്റെ ഒക്കെ ബയോഡാറ്റ ഷെയർ ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഇല്ല, പക്ഷേ ക്രിസ്ത്യൻസും മറ്റ് സമുദായക്കാരൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ബയോഡാറ്റ വെച്ചിട്ടാണ് കല്യാണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ബയോഡാറ്റ നമ്മൾ ജോബ് മാർക്കറ്റിൽ CV അല്ലെങ്കിൽ റെസ്യൂമെ എന്നാണ് നമ്മൾ പറയേണ്ടത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു കമ്പനിയിൽ HR മാനേജറാണ്, ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി HR അസിസ്റ്റന്റ് മാനേജറാണ്. അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു റെസ്യൂമിൻ്റെ പുറത്ത് ബയോഡാറ്റ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവരത് പരിഗണിക്കാറില്ല അത്രേ. അത് ജോബ് മാർക്കറ്റിൽ നമ്മൾ ബയോഡാറ്റ എന്ന് പറയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കോർപ്പറേറ്റ് ലാംഗ്വേജ് എന്ന നിലക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് വൈഡ്ലി യൂസ്ഡ്. അപ്പോൾ റെസ്യൂമെ, ഞാൻ ഇവിടെ CV റെസ്യൂമെ ഒരേ അർത്ഥത്തിലാണ് പറയുക ഇനി സംസാരിക്കുമ്പോൾ കേട്ടോ. ശരിക്കും ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബട്ട് വിൽ ബി യൂസിങ് ഇന്റർചേഞ്ചബിളി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കും. ഒരു റെസ്യൂമെ ഈസ് എ സെൽഫ് മാർക്കറ്റിംഗ് ടൂൾ. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക. പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ഉണ്ട്. സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. മാർക്കറ്റിങ്ങിന് പല സാധ്യതകളുണ്ട്. അപ്പം അവരവരെ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് നമ്മുടെ റെസ്യൂമെ എന്ന് പറയുന്നത്. ഡിസൈൻ ടു സെൽ യുവർ സ്കിൽസ്. നമ്മുടെ സ്കില്ലുകളെ നമുക്ക് സെല്ല് ചെയ്യാണ്. എനിക്ക് ഒരുപാട് സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലുകളെ സെല്ല് ചെയ്യേണ്ടുന്ന ഒരു രീതി എൻ്റെ റെസ്യൂമെ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ഓർക്കുക. നിങ്ങളുടെ റെസ്യൂമെ എത്രയും പവർഫുൾ ആണോ അത്രയും ഈസിലി നമുക്ക് നമ്മളെ തന്നെ സെല്ല് ചെയ്യാൻ സാധിക്കുമെന്നതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇറ്റ് മസ്റ്റ് സ്റ്റിമുലേറ്റ് ഇൻട്രസ്റ്റ് ഇൻ യു. ആ CV കാണുന്നതോട് കൂടി ആ വായിക്കുന്ന ആൾക്ക്, എംപ്ലോയർക്ക് നിങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാവണം. ആ രീതിയിൽ വേണം നമ്മുടെ CV പ്രിപ്പയർ ചെയ്യാൻ. വളരെ പ്രധാനമാണ്. ഇറ്റ് ഷുഡ് ഡിഫറൻഷിയേറ്റ് അസ് ഫ്രം ദ കോമ്പറ്റേറ്റർ. നമ്മുടെ ഒരു കോമ്പറ്റേറ്റർ ഒരുപാട് ആളുകളുണ്ട്. ഒരു ജോലിക്ക് തന്നെ 100-500 ആളുകളൊക്കെ അപേക്ഷിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ആ 500 ആളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു CV ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്.
അപ്പോൾ അതെങ്ങനെ നമ്മുടെ സി വി അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. എന്നാൽ ഈ ചാലഞ്ചിനെ നമുക്ക് അഭിമുഖീകരിക്കാനും അതുവഴി നമ്മുടെ സി വി കളർഫുൾ ആക്കാനും അട്രാക്റ്റീവ് ആക്കാനും ചില മരുന്നുകൾ, ചില പോയിന്റുകളുണ്ട്. അത് മാത്രം ഒന്ന് ഷെയർ ചെയ്യാം. ആക്ച്വലി സി വി ഷുഡ് സ്റ്റേറ്റ് വാട്ട് യു ആർ. നമ്മുടെ സി വി പറയേണ്ടത് നമ്മുടെ എന്താണെന്ന് കൃത്യമായി നമ്മുടെ സി വിയിലൂടെ നമുക്ക് പറയാൻ സാധിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹൗ ലോങ് ഡു യു ഗെറ്റ്? ഒരു സി വി നമ്മൾ കൊടുത്താൽ എത്ര സമയം കിട്ടും? 10 മിനിറ്റ് കിട്ടുമോ? അല്ലെങ്കിൽ ഒന്ന് പറയോ? 10 മിനിറ്റ്സ് ഉണ്ടാവുമോ നമ്മുടെ സി വി വെച്ച ഒരാൾക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ? 10 മിനിറ്റ് ഉണ്ടാവില്ല അല്ലേ? സി വി നമ്മുടെ സി വി വെച്ച ഒരാൾക്ക് നമ്മൾ ഇവാലുവേറ്റ് 5 മിനിറ്റ് ഉണ്ടാവുമോ? നമ്മുടെ സി വി ചെയ്യാണ്ട് 1 മിനിറ്റ് ഉണ്ടാവുമോ? 30 സെക്കൻഡ് ഉണ്ടാവുമോ? ഇല്ല. 8 സെക്കൻഡാണ് ഒരു സി വി വെച്ച് ആവറേജായി ലഭിക്കുന്നത്. 8 സെക്കൻഡിനുള്ളിൽ നമ്മുടെ സി വി കണ്ട് ഇയാൾ ആള് കൊള്ളാം, ഇയാളെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് തോന്നുന്ന വിധത്തിൽ വേണം നമ്മുടെ സി വി പ്രിപ്പയർ ചെയ്യാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എംപ്ലോയറുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ATS എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ATS എന്ന് കേട്ടിട്ടുണ്ടോ? അപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. നമ്മളൊരു ജോലിക്ക് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരുടെയും സി വി ആർ പരിശോധിക്കുന്നില്ല. അപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴിയാണ് ഏറ്റവും ബെസ്റ്റ് സി വി സെലക്ട് ചെയ്യുക. അതെങ്ങനെ ബെസ്റ്റ് സി വി സെലക്ട് ചെയ്യുന്നത്? അപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം വഴി ബെസ്റ്റ് സി വി സെലക്ട് ചെയ്യുന്നതിലേക്ക് ഞാൻ വരാം. സി വിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇൻവേർട്ടഡ് പിരമിഡ് രൂപത്തിലാണ്. ഇതാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് കണ്ടന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ തുടക്കത്തിൽ മുകളിൽ കൊടുക്കുന്നു. പിന്നെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ അതിൻ്റെ മിഡിൽ ഭാഗത്ത് കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററിയാണ് ഏറ്റവും താഴെ കൊടുക്കേണ്ടത്. ഇതാണ് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് എ സി വി. അത് ശ്രദ്ധിക്കുക. ഒരു ഗ്രേറ്റ് റെസ്യൂമേ അല്ലെങ്കിൽ ഗ്രേറ്റ് സി വിയിൽ ഉണ്ടാവേണ്ട കാര്യം എന്ന് വെച്ചാൽ ആസ് എ വിഷ്വൽ അപ്പീൽ, കാണാൻ നല്ല ഭംഗി വേണം. ഹൈലൈറ്റ് സ്ട്രെങ്ത് ആൻഡ് ലിങ്ക്സ് ടു എംപ്ലോയർ നീഡ്സ്. എംപ്ലോയർക്ക് ആവശ്യമുള്ളത് അതിൽ ഹൈലൈറ്റ് ചെയ്യണം. അത് ഒരുപാട് എനിക്കുള്ള സ്കില്ലുകൾ മാത്രമല്ല ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ എൻ്റെ എംപ്ലോയർക്ക് വേണ്ട സ്കില്ല് ഞാൻ ഏറ്റവും ആദ്യം പറയാൻ ഉദ്ദേശിച്ച സ്കില്ല് അല്ലെങ്കിൽ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് അതിന് ഫസ്റ്റിൽ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന വിധത്തിൽ വേണം എൻ്റെ സി വി ക്രമീകരിക്കാൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആദ്യത്തിൽ കൊടുക്കണം. അതാണ് ATS എന്ന് പറയുന്ന അപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി അവർ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സി വിയിൽ ഉണ്ടാവുക വളരെ പ്രധാനം. അവർ കീവേഡ്സ് മാച്ച് ചെയ്താൽ നോക്കുക. അതിൽ ബന്ധപ്പെട്ട വേർഡ്സ് നമ്മുടെ സി വിയിലുണ്ടോ എങ്കിൽ ആ സി വിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടും. ഒരുപക്ഷെ ആ വേർഡിന് പകരമുള്ള വേറെ വേർഡ് നമ്മൾ ഉപയോഗിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല. അതിൽ എന്താണോ പറഞ്ഞത് അതേ വേർഡ് തന്നെ നമ്മുടെ സി വിയിൽ ഉണ്ടാവുമ്പോഴാണ് അതിനൊരു കൂടുതൽ അട്രാക്ഷൻ കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് ഓർക്കുക. സക്സിൻറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരിക്കണം. സി വി വെറുതെ വാരി വലിച്ച് കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് പകരം വളരെ കൃത്യമായ ഓർഗനൈസ്ഡ് ആയ രൂപത്തിലായിരിക്കണം നമ്മുടെ സി വി ഉണ്ടാവേണ്ടത്. സി വിയിൽ എറർ ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ അയച്ചു വരുന്ന സി വി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും ഒക്കെ സി വി നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വ്യാപകമായി ഉണ്ടാവുന്ന ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളെ കുറിച്ച് വളരെ തെറ്റായ ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഓർക്കുക. നിങ്ങളുടെ സി വിയിൽ ഒരു കാരണവശാലും വാട്ട് എവർ ബി ദ റീസൺ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവാൻ പാടില്ല. അലൈൻമെന്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഫോക്കസ് ഓൺ വാട്ട് എംപ്ലോയർ നീഡ്സ്. എംപ്ലോയർക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ സി വിയിൽ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സി വി എന്ന് പറയുന്ന ഒരാളുടെ സി വി, ഫിറോസിന്റെ സി വി എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഒരു പർട്ടിക്കുലർ ജോബിനാണ് സി വി. എനിക്ക് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതൊരു ജോലിയാക്കി മാറ്റണം. അല്ലാതെ ഒഴിവ് സമയത്ത് ഇങ്ങനെ സി വി അയച്ചു കൊടുക്കുന്നതിന് പകരം 1 മണിക്കൂർ ഒരു ദിവസം അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കുകയും ഓരോ ജോബിനും അനുസരിച്ച് അതിനനുസൃതമായ രീതിയിൽ നമുക്കൊരു സി വി പ്രിപ്പയർ ചെയ്ത് എനിക്ക് എത്ര സമയം വരെ പോവാന്ന് പറയോ അഷ്റഫ് സാഹിബ്? എൻ്റെ സമയം കേൾക്കുന്നില്ലേ? ഒരു 15 to 20 മിനിറ്റ്സ് കൂടി പോവാം. 15 to 20 മിനിറ്റ്സ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഓൺ വാട്ട് ദ എംപ്ലോയർ നീഡ്സ്. എംപ്ലോയർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലേക്ക് വേണം നമ്മുടെ സി വി കസ്റ്റമൈസ് ചെയ്യാൻ എന്നുള്ളത് പറഞ്ഞു. ഒരു സ്ട്രക്ചർ ഓഫ് എ റെസ്യൂമേ. നമ്മുടെ റെസ്യൂമേൽ തീർച്ചയായിട്ടും പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം, പ്രൊഫൈല് വേണം,
അച്ചീവ്മെന്റ്സ് വേണം, സ്കിൽ ഇൻവെന്ററി വേണം, കരിയർ ഓർ പ്രൊജക്ട് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ പ്രൊഫൈൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സി വിയിൽ വേണ്ടത് കേട്ടോ. പേഴ്സണൽ ഡീറ്റെയിൽ വേണം, ഒരു പ്രൊഫൈൽ വേണം, അച്ചീവ്മെന്റ് വേണം, സ്കിൽ ഇൻവെന്ററി. ഞാനൊരു എക്സാമ്പിൾ പറയാം. പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം: ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ടെക്നോളജി അനലിസ്റ്റ് ആൻഡ് യുവർ നമ്പർ ആൻഡ് ഇമെയിൽ. ദിസ് ക്യാൻ ബി ഗിവൺ ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ്. ദിസ് ഇസ് വൺ ഓഫ് ദ എക്സാമ്പിൾസ്. എൻ്റെ ഒരു സജഷൻ ആണ്. പേരിങ്ങനെ കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി പ്രൊഫൈൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരുടെയും സി വിയിൽ ഇതുപോലെ ഒബ്ജക്റ്റീവ്സ് കണ്ടില്ലേ? ടു എക്സ്പ്ലോർ മൈ പൊട്ടൻഷ്യൽ ആൻഡ് അക്വയർ സ്കിൽസ് വിച്ച് വിൽ ഹെൽപ് ടു എൻഷുർ. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ദയവ് ചെയ്ത് സി വിയിൽ കൊടുക്കാതിരിക്കുക. ഇതുപോലെ ഒബ്ജക്റ്റീവ് കണ്ടിട്ടുണ്ടാവും: ടു വർക്ക് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ വേർ ഐ ക്യാൻ യൂട്ടിലൈസ് മൈ എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് അബിലിറ്റീസ് വിത്ത് എന്തൂസിയാസം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എവിടെന്നെങ്കിലുമൊക്കെ കോപ്പി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഒബ്ജക്റ്റീവായി സി വിയിൽ കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് സി വിയിലെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ കളക്ഷൻ ഓഫ് ഗുഡ് വേർഡ്സ് ഓഫ് ദ ഡിക്ഷണറി. ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത കുറേ ഗുഡ് വേർഡ്സിന്റെ കളക്ഷൻ അല്ല. അല്ലെങ്കിൽ നിങ്ങളെ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ജോബിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നവോ നിങ്ങളുടെ കാഴ്ചപ്പാടോ അല്ല. അല്ലെങ്കിൽ മറ്റൊരാളുടെ റെസ്യൂമിൽ നിന്ന് കോപ്പി ചെയ്ത കാര്യമല്ല നമ്മുടെ ഒബ്ജക്റ്റീവായി വേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ് വളരെ സിമ്പിൾ ആയിരിക്കണം. I mean, a graduate electronics engineer placed with a distinction and 6 months of experience, looking forward to software. What you are and what you are looking for. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് പ്രൊഫൈലിൽ വളരെ വ്യക്തമായിരിക്കണം. കണ്ടോ? A technology analyst with 6 years of experience in an IT major covering software development, .NET, VB6, Oracle platform. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി അതിൻ്റെ അടുത്ത പ്രൊഫൈൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി എഴുതുക. പ്രൊഫൈൽ മസ്റ്റ് ഡിസ്ക്രൈബ് വാട്ട് യു ആർ ആൻഡ് വാട്ട് യു ഓഫർ. നിങ്ങൾ എന്താണ് ഇനി വാഗ്ദാനം ചെയ്യുന്നത്, എന്താണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി പ്രൊഫൈലിൽ ക്ലിയർ ആയിരിക്കണം. നമ്മുടെ മൊത്തം റെസ്യൂമയുടെ, മൊത്തം സി വിയുടെ ഒരു സമ്മറി ഈ പ്രൊഫൈൽ 2 വരി വായിച്ചാൽ മനസ്സിലാവണം. വളരെ സിമ്പിളാണ്. ആ രീതിയിലേക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് മാറ്റി നോക്കിയാൽ സി വിയെ കുറെ കൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. പിന്നെ അച്ചീവ്മെന്റ്സ്. ചില ആളുകൾ അച്ചീവ്മെന്റ്സ് ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്തിരുന്നു. Achievement worked in the largest IT project completed in the world. Company profits increased while I was employed എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ കാര്യങ്ങളൊക്കെ എഴുതും. ശരിക്കും അങ്ങനെ എഴുതാൻ പാടില്ല. നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയ, മെഷർ ചെയ്യാൻ പറ്റിയ അച്ചീവ്മെന്റ്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. റിസീവ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ്, ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് എ ന്യൂ സിസ്റ്റം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റണം. ഐ വാസ് ദ ബെസ്റ്റ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് ഹാജരാക്കാൻ പറ്റുന്നത് മാത്രമേ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആയി കൊടുക്കാവൂ. അല്ലാതെ എല്ലാവർക്കും എല്ലാവരെ കുറിച്ചും പറയാൻ പറ്റിയ അച്ചീവ്മെന്റുകളായി കാണിക്കുന്നതിന് പകരം വളരെ സ്പെസിഫിക് ആയ എംപ്ലോയറിന്റെ നീഡ്സിന്, റിക്വയർമെന്റിന് അനുസരിച്ചുള്ള അച്ചീവ്മെന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കീ സ്കിൽസ്. ചില ആളുകൾ ഇങ്ങനെ ഇതും: റിലയബിൾ, ഹാർഡ് വർക്കിംഗ്, എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ. ഇതൊക്കെ ആരെയും കുറിച്ച് പറയാൻ പറ്റിയ കാര്യമാണ്. ഞാൻ വളരെ നല്ല ടീം പ്ലെയർ ആണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, റിലയബിൾ ആണ് എന്നൊക്കെ എന്നെ കുറിച്ച് പറയാ എന്നുള്ളതിന് പകരം അത് വളരെ പ്രൊഫഷണലായി നമുക്ക് വേണ്ട സ്കില്ലുകൾ, ജോലിക്ക് വേണ്ട സ്കില്ലുകൾ, പ്രോഗ്രാമിംഗ് സ്കിൽസ്, പ്രൂവൺ ലീഡർഷിപ്പ് സ്കിൽസ്, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കീ സ്കില്ലായിട്ട് കൊടുക്കാം. പിന്നെ കരിയർ സമ്മറി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുക എനിക്ക് ഒരു താരതമ്യേന കുഴപ്പമില്ലാന്ന് തോന്നിയൊരു രീതിയാണിത്. നമ്മുടെ ഓർഗനൈസേഷന്റെ പീരിയഡ്, വർക്ക് ചെയ്ത സ്ഥലം, അതിന്റെ റോൾ എന്തായിരുന്നു വഹിച്ചത് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ കരിയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത കമ്പനിയിൽ ചെയ്ത റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, നമ്മുടെ റോൾസ് എന്താണെന്നതിനെ കുറിച്ച് ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതൊരു കരിയർ ഡീറ്റെയിൽ ആണ്, സി വിയിൽ ഉണ്ടാവണം. പിന്നെ പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ, അതുപോലെ ടെക്നോളജി എക്സ്പോഷർ, അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതുപോലെ പ്രൊഫഷണൽ പ്രൊഫൈലായിട്ട് കൊടുക്കാൻ പറ്റും. എന്നാൽ സി വിയിൽ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ: ഡെവോ പർട്ടിക്കുലേഴ്സ് ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് എന്ന് എല്ലാവരും സി വിയിൽ അടിയിൽ പലരൊക്കെ കൊടുക്കാറുണ്ട്. അത് സി വിയിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഇത് തന്നെ ഒരു മിസ്റ്റേക്കിലാണ് എഴുതിയത് കേട്ടോ, അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒരിക്കലും നമ്മുടെ സി വിയിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. വളരെ ചെറിയ ഫോൺസ് ഉപയോഗിക്കാൻ പാടില്ല. ഫോൺസിനൊക്കെ സ്റ്റാൻഡേർഡ് സൈസ് വേണം, സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ഫോൺസ് വേണം. ഡിഫറെൻറ്റ് ഫോൺസ്, ഇറ്റാലിക്സ്, കളേഴ്സ് ഒന്നും സി വിയിൽ ഉപയോഗിക്കരുത്. ഇതുപോലെയുള്ള ഇമെയിലുകൾ ഉപയോഗിക്കുക, സ്റ്റാൻഡേർഡ് ഇമെയിൽ ആയിരിക്കണം എപ്പോഴും. joker123@gmail.com എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വളരെ വിചിത്രങ്ങളായ പേരുകൾ ഇമെയിൽ ഐ ഡി കൊടുക്കും. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോൺസെൻസ്. വി ഷുഡ്ന്റ് ഡു ദാറ്റ് വൺ. അതുപോലെ ചില ആളുകൾ സി വിക്ക് പേര് കൊടുക്കും: റെസ്യൂമെ IT1 ന്യൂ, റെസ്യൂമെ ഫിറോസ് ന്യൂ ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു പേര് കൊടുക്കും. അങ്ങനെ ഒന്നും കൊടുക്കരുത്. സി വിൻ്റെ പേര് വളരെ പ്രൊഫഷണൽ ആയിരിക്കണം.
റെസ്യൂം പേര് എഴുതുന്നു, നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് അത് അതിൻ്റെ ടൈറ്റിൽ കൊടുക്കണം. ഹോബീസ് ഒന്നും സി വിയിൽ കൊടുക്കേണ്ട കാര്യമില്ല. നെയിം ഓഫ് ദ ഫാദർ, മദർ, ഫാമിലി നെയിം ആൻഡ് ഗ്രാൻഡ് ഫാദർ നെയിം അതൊന്നും നമ്മുടെ സി വിയിൽ ആവശ്യമില്ല. പ്രസന്റ് ടെൻസ് ഫോർ എ പാസ്റ്റ് ജോബ് അത് സി വിയിൽ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അതുപോലെ പേഴ്സണൽ പ്രൊനൗൺസ് സി വിയിൽ ഒഴിവാക്കുക. ഐ ഡിഡ്, ഐ അച്ചീവ്ഡ്, ഐ കംപ്ലീറ്റഡ് എന്നൊന്നും സി വിയിൽ പറയാൻ പാടില്ല. അതുപോലെ റെഫറൻസസ് സി വിയിൽ കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണഗതി റെഫറൻസസ് വേണ്ട, പക്ഷേ എനിക്ക് റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ആപ്ലിക്കേഷനിൽ റെഫറൻസ് സെപ്പറേറ്റ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ സി വിൻ്റെ ഭാഗമായി റെഫറൻസ് സാധാരണഗതി കൊടുക്കേണ്ടതില്ല. ഫോട്ടോഗ്രാഫ്സ് നോർമലി സി വിയിൽ വേണ്ട, അതൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. ചിലർ വേണമെന്ന് പറയും. പേഴ്സണലി ഐ ബിലീവ് ഇസ് നോട്ട് റിക്വയർഡ്. പക്ഷേ നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് പോലെയുള്ള ജോലിക്കൊക്കെ ആണെങ്കിൽ, ഒരു റിസപ്ഷനിസ്റ്റ് അതുപോലെയുള്ള ജോലി, കസ്റ്റമർ കെയർ ഒക്കെ പോലെയുള്ള ജോലികൾക്കാണെങ്കിൽ മേ ബി ഇറ്റ്സ് റിക്വയർഡ്. പാസ്പോർട്ട് നമ്പർ സി വിയിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഐ ഹാവ് ഇന്ത്യൻ പാസ്പോർട്ട് വാലിഡ് ടിൽ 2023 നവംബർ അങ്ങനെയൊക്കെ കൊടുക്കുക. അല്ലാതെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തെറ്റായ പല രീതിയിലേക്കും സർക്കുലേറ്റ് ചെയ്യപ്പെടാനുള്ള സി വി ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സി വിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുമായി ആയിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക പരമാവധി. ക്രിയേറ്റീവ്, ഓർഗനൈസേഷണൽ, എഫക്റ്റീവ്, റെസ്പോൺസിബിൾ, മോട്ടിവേറ്റഡ്, എക്സ്റ്റൻസീവ് എക്സ്പീരിയൻസ്, ട്രാക്ക് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഒഴിവാക്കുക. എന്നാൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഒരു അച്ചീവ്മെന്റ്സ് അതിൻ്റെ കൂടെ പറയാൻ പറ്റണം. എനിക്ക് ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ട്രാക്ക് റെക്കോർഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ എഫക്റ്റീവ് ആയതുകൊണ്ട് ഇന്ന അച്ചീവ്മെന്റ് ഉണ്ടായി എന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് സി വി എഫക്റ്റീവായി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സി വിയിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഒബ്ജക്റ്റീവ് ഒഴിവാക്കുക. ഷോർട്ട് ടൈം ജോബ്സ് ഒരു മാസമോ 2 മാസമോ ഒക്കെ ചെയ്ത് ജോലി ഉണ്ടെങ്കിൽ അത് സി വിയിൽ കാണിക്കേണ്ടതില്ല. കാരണം അത് ഇയാൾ വളരെ കുറച്ച് കാലം മാത്രമേ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യുള്ളൂ എന്നുള്ള തെറ്റായ ഇംപ്രഷൻ എംപ്ലോയീസിന് കിട്ടും. പിന്നെ ഫംഗ്ഷണൽ ഫോർമാറ്റ് ഒഴിവാക്കുക. ഫംഗ്ഷണൽ ഫോർമാറ്റ് ഒഴിവാക്കി റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ആണ് സി വിക്ക് വേണ്ടത്. അതാണ് നല്ലത്. എന്താണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ? ഏറ്റവും അവസാനം ചെയ്ത ജോലി ഏറ്റവും ആദ്യം പറയുക, പിന്നെ അങ്ങനെ ആ ഓർഡറിൽ പറയുക. അതുപോലെ ഫോട്ടോ, ഫാൻസി ഡിസൈൻ ഒഴിവാക്കുക. ബിസിനസ് ഇൻസൈഡർ മാഗസീനിൽ വന്ന ഒരു റെഫറൻസ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു വിഷയം. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ഒഴിവാക്കുക. ഹൈസ്കൂളിനെ കുറിച്ച് പറയേണ്ട, ഒരുപാട് പേജസ് ഒന്നും വേണ്ട, 2 പേജിൽ ഒതുക്കാൻ പറ്റുമോ നോക്കുക. സാലറിനെ കുറിച്ചൊന്നും സി വിയിൽ മെൻഷൻ ചെയ്യേണ്ട. റെഫറൻസസിനെ കുറിച്ച് വേണ്ട. ഇതാണ് സി വിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ദ ATS വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അതിന് വേണ്ട കാര്യം, നമ്മുടെ സി വി ഒരു സിംഗിൾ സി വി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിനും കസ്റ്റമൈസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ജോബിന് അനുസൃതമായ രീതിയിൽ സി വിയെ കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സി വിയിൽ ഉൾപ്പെടുത്തുക. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും നിങ്ങൾ വേറെ തരത്തിൽ നിങ്ങൾ ആദ്യത്തെ സി വിയിൽ ഉണ്ടാവും. അതിന് പകരം അവിടെ നിങ്ങൾ എന്ത് വേർഡാണോ കൊടുത്തത് ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ, എസ്പെഷ്യലി ലിങ്ക്ഡിൻ പ്രൊഫൈലിലോ അല്ലെ കമ്പനീൻ്റെ ജോബ് റിക്വയർമെന്റ് ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു പ്രൊഫൈലിൽ കൊടുക്കുമല്ലോ ഇന്ന ജോലിയാണ് ചെയ്യേണ്ട, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതൊക്കെ നമ്മുടെ ആ വേർഡ്സ് പരമാവധി സി വിയിൽ ഉണ്ടാവാൻ നോക്കുക. എന്നാലാണ് അത് ATS വഴി ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കീവേഡ്സ് എന്ന് തന്നെ പറയാം. കീവേഡ്സ് പരമാവധി ആഡ് ചെയ്യണം. അത് വർക്ക് എക്സ്പീരിയൻസ് സെക്ഷനിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയ ഇൻഫർമേഷൻ ആയിരിക്കും. അത് ATS അങ്ങനെ നമുക്ക് ATS വഴി സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂട്ടും. ഒരിക്കലും ഓവർ ഒപ്റ്റിമൈസ് ചെയ്യരുത് കേട്ടോ. അതായത് ATS ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന കാര്യം 100% നമ്മുടെ സി വിയിൽ കൊടുത്താൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കറക്റ്റായ രീതിയല്ല. ഇതൊന്നും കളവ് പറയണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം, നമ്മുടെ വേർഡ്സ് കൃത്യമായി സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കും. ഒരേ കാര്യം തന്നെ നമുക്ക് 2 രീതിയിൽ പറയാലോ. അത് ATSന് മാച്ച് ആവുന്ന രീതിയിൽ, ATSന് കോമ്പാറ്റബിൾ ആയ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ, വാട്ട് യു ആർ എന്നാണ് പറയേണ്ടത്. നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ്, ആസ്പിറേഷൻസ് അല്ല. അതുപോലെ ഒരു ഫേവറബിൾ ഡിസിഷൻ ആകണം, ഇംപ്രഷൻ ഉണ്ടാക്കണം. അത് ആളുകളെ പെട്ടെന്ന് ഇൻവൈറ്റ് ചെയ്യണം, റീഡ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കണം. ജോബ് റിക്വയർമെന്റിനനുസരിച്ചിട്ട് കീവേഡ്സ് പരമാവധി ഉപയോഗിക്കുക. പിന്നെ എക്സെട്ര എന്നപോലെ സാധനം വേർഡ്സ് ഒക്കെ ഒഴിവാക്കി പകരം ആൻഡ് റിലേറ്റഡ് വർക്ക്സ് എന്നൊക്കെ പറയാം. എക്സെട്ര എന്നുള്ളത് ഒഴിവാക്കുക. അതുപോലെ അബ്രിവേഷൻസ് ഒഴിവാക്കുക. ചില അബ്രിവേഷൻസ് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അബ്രിവേഷൻസ് ആണ്. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് കൃത്യമായി സ്പെൽ ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് എഴുതുന്നതാണ് നല്ലത്. ഫുൾ ഫോം എഴുതുന്നതാണ് നല്ലത്. ലേ ഔട്ട് വളരെ ക്രിസ്പ് ആൻഡ് ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. പിന്നെ റെസ്യൂമയുടെ PDF കോപ്പീസ് ആണ് അയക്കേണ്ടത്. ചില ആളുകൾ വേർഡ് ഫയൽ ചോദിക്കും, ആ സമയത്ത് വേർഡ് ഫയൽ കൊടുക്കുക. യഥാർത്ഥത്തിൽ PDF കൊടുക്കുകയാണ് നല്ലത്. ഒരു കവറിംഗ് ലെറ്റർ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ വേറെ കപ്പിൾ ഓഫ് ഡിവൈസസിലേക്ക് അയച്ചു നോക്കുക. നമ്മുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് വേറെ ഡിവൈസിലേക്കൊക്കെ അയച്ചു നോക്കുക. മറ്റൊരു ഫ്രണ്ടിനെ കൊണ്ട് അത് വായിപ്പിച്ച് നോക്കുന്നത് നല്ലതാണ്, അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. അതുപോലെ ഒരു കവറിംഗ് ലെറ്റർ അതിന് ആഡ് ചെയ്യണം എന്നുള്ളത് കൂടി ഓർക്കുക.
റെസ്യൂമെ ഈസ് യുവർ മാർക്കറ്റിംഗ് ഫ്ലയർ, മേക്ക് ഇറ്റ് ലുക്ക് പ്രൊഫഷണൽ. എങ്ങനെ പ്രൊഫഷണലായി റെസ്യൂമെ ചെയ്യാന്നാണ് പറഞ്ഞത്. റെസ്യൂമെ ചെയ്യാൻ ആവശ്യമായ ചില റെഫറൻസുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ CV പ്രിപ്പയർ ചെയ്യാൻ ഓൺലൈൻ ടൂളുകൾ അവൈലബിൾ ആണ്. ഈ സൈറ്റിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ZT.com റെസ്യൂമെ ടിപ്സ് ഉണ്ട്. അതുപോലെ അവിടെ തന്നെ റെസ്യൂമെ ടെംപ്ലേറ്റുകളുണ്ട്. പല മാതൃകാ ടെംപ്ലേറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ Indeed.com കരിയർ അഡ്വൈസിലെ റെസ്യൂമെ കവർ ലെറ്റർ 10 റെസ്യൂമെ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ചില ടെംപ്ലേറ്റുകളുണ്ട്, നമുക്കത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ novaresume.com കരിയർ ബ്ലോഗ്, അതിൻ്റെ ഫോർമാറ്റുകളുണ്ട്. അതുപോലെ overleaf.com, ഇങ്ങനെ നിരവധി വെബ്സൈറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട സഹായം ചെയ്യുന്ന സൈറ്റുകളാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ ഇതാണ് CV-യുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ കവറിംഗ് ലെറ്റർ വേണം. അതിൽ ഒരു വളരെ സ്പെസിഫിക് ആയ ഒരു പേഴ്സണലൈസ്ഡ് കവറിംഗ് ലെറ്റർ ആണ് ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയി പറയുന്ന തരത്തിലുള്ള ഒരു കവറിംഗ് ലെറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കും. അതിൽ ഓർഗനൈസേഷൻ്റെ വാല്യൂ കൊടുക്കുക, നമ്മുടെ കോമ്പിനേഷൻസും നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസും എങ്ങനെ കമ്പൈൻ ചെയ്ത് നമ്മുടെ ഈ പർട്ടിക്കുലർ ജോബിന് സ്യൂട്ടബിൾ ആണ് എന്നതിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാൻ പറ്റും. അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് എന്തൂസിയാസ്റ്റിക് വേയിലാണ് പറയേണ്ടത്. ഇതാണ് CV-യും റെസ്യൂമെ, അതല്ലെങ്കിൽ അതിൻ്റെ കവറിംഗ് ലെറ്റർ, ലിങ്ക്ഡിൻ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇൻ്റർവ്യൂ ടെക്നിക്കിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. നമുക്ക് സമയം അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലേ? എന്താ ചെയ്യുക, പറയണോ? ആളുകളൊക്കെ സമയമായിട്ടുണ്ടാവും അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജോബ് ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായി നമ്മുടെ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ജോബ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഈ പറഞ്ഞത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ധാരണ വേണം, നമുക്ക് നല്ലൊരു ജോലി കണ്ടെത്താനുള്ള സ്പേസ് ഇപ്പോഴും ഉണ്ട്. 50 വയസ്സായ ആൾക്കും ഉണ്ട് സ്പേസ്, 20 വയസ്സായ ആൾക്കും ഒക്കെ സ്പേസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എഫക്റ്റീവായി ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ സീനിയർ അക്കൗണ്ടൻറ്റിനെ പോലെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജോലി മാറാൻ സമയമായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, ഒരു പ്രൊജക്ട് മാനേജറെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ജോലി മാറാൻ സമയമായിട്ടുണ്ട്. ജോലി മാറാൻ സമയമാവുകയും ജോലി മാറാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്ത് ജോലി മാറാതിരിക്കുന്നത് ശരിയായ രീതിയല്ല. സാധ്യതകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് കാര്യമായി ആലോചിക്കണം. അതിന് നല്ല ലീഡർഷിപ്പ് സ്കിൽസും ബാക്കി ക്വാളിറ്റീസും ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും ആ രീതിയിൽ കണ്ടെത്തുകയും ചെയ്യാം. ഒരുപാട് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. വളരെ അത്ഭുതകരമായ ഒരു ലോകമാണത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. 1 day 1 skill, ഒരു ദിവസം ഒരു സ്കിൽ പഠിക്കുക എന്നതാണ് പുതിയ കാലത്തെ മുദ്രാവാക്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിക്ക് പുറമെ എക്സ്ട്രാ ആയി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം കേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ല. അറിവിന്റെ വാതിലുകൾ വളരെ വിശാലവും തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയും പുതിയ കാലത്തിന് അനുസൃതമായ രീതിയിൽ നമുക്ക് നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും സമയം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് ഫ്യൂച്ചർ നമ്മുടേതാണ്. അതിന് ലോകമെമ്പാടുമുള്ള തൊഴിൽ മേഖലയിൽ നമുക്ക് അവസരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ അവസരങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ട്. ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഇവിടുത്തെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി, നമ്മൾ തിരിച്ചു പോരിൻ്റെ പാതയിലാണ് എന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. ഇഫ് യു വാണ്ട് ടു വർക്ക് ഹിയർ, ഓഫ് കോഴ്സ് ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ആസ് ലോങ് ആസ് യു ആർ സ്കിൽഡ് ആൻഡ് എൻറിച്ച്ഡ് വിത്ത് യുവർ ന്യൂ പൊട്ടൻഷ്യൽ. അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും അവസരങ്ങളുണ്ട് എന്നാണ് എനിക്ക് സാന്ദർഭികമായി പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് നൗ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചാറ്റിലെങ്ങാനും വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം പ്ലീസ്. കവറിംഗ് ലെറ്റർ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ചില സമയത്ത് കവറിംഗ് ലെറ്റർ നമുക്ക് ഇമെയിൽ കണ്ടന്റ് ആയിട്ട് കൊടുത്താൽ മതി. ബോഡി ഓഫ് ദ ഇമെയിൽ നമുക്ക് കവറിംഗ് ലെറ്ററിന്റെ മാറ്റർ കൊടുത്താൽ തന്നെ സ്വീകരിക്കും. ചില സ്ഥലത്ത് കവറിംഗ് ലെറ്റർ വളരെ സ്പെസിഫിക് ചോദിക്കാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ജോലി മാറാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും ആ രീതിയിലേക്കുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോഴുള്ള ജോലി തുടരുക എന്നുള്ളതിന് പകരം അതിനേക്കാൾ മെച്ചപ്പെട്ട ജോലി ഒരു കുവൈത്ത് എന്ന രീതിയിൽ ചുരുക്കി കാണേണ്ടതില്ല. ബാക്കി ഗൾഫ് രാജ്യങ്ങളുണ്ട്, അതല്ലെങ്കിൽ അതിന് പുറത്ത് വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു 20-25 വയസ്സായ ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് പല ഭാഗത്തുണ്ട്. എന്നാൽ കുറച്ച് പ്രായം കൂടിയവർക്കാണെങ്കിലും അവരുടെ സീനിയോറിറ്റിക്ക് അനുസൃതമായ അവസരങ്ങളുണ്ട്. For a substation engineer other than project value, എന്താണ് ചോദ്യം? For a substation engineer other than project value, how else can we quantify? മനസ്സിലായില്ല, ഷെരീഫിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായി. സബ്സ്റ്റേഷൻ എഞ്ചിനീയർ അതർ ദാൻ ദ പ്രൊജക്ട് വാല്യൂ, ഹൗ എൽസ് ക്യാൻ വി ക്വാണ്ടിഫൈ? ഒന്ന് ക്ലാരിഫൈ ചെയ്യോ സാറേ? ക്വസ്റ്റ്യൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ വ്യക്തമായി. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാലോ? അതെ അതെ. ഹലോ, പറഞ്ഞോളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്, കാരണം നമ്മളിപ്പോ ഈ നമ്മുടെ പ്രോജക്റ്റ്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡാണെങ്കിൽ ഇത് സബ്സ്റ്റേഷന്റെ ഈ പ്രോജക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ അത് നമുക്കിത് വേറെ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെങ്കിലേ, ഇതെല്ലാം നമ്മുടെ സെയിൽസോ അങ്ങനത്തെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ, അതായത് നിങ്ങളിപ്പോ സബ്സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, നിങ്ങൾക്ക് വേറെ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ എന്നാണോ, അതല്ല നിങ്ങളെ CV തന്നെ വേറെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതന്നെ, മീൻ സിവിയിൽ തന്നെ വേറെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും നിങ്ങളിപ്പോ ഒരു ഞാൻ പറയാം, സബ്സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ട്രാൻസ്ഫോമർ ഉണ്ട്, അവിടുത്തെ ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്, അവിടുത്തെ ജനറേറ്റർ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ നിലവിലുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ കോസറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ടൂളുകളെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ഇപ്പൊ എനർജി ഓഡിറ്റിനെ കുറിച്ചൊരു കോഴ്സ് ഇപ്പൊ റീസെന്റ് വളരെ പോപ്പുലറായി വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ എങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയുമായി റിലേറ്റഡ് ആയ, ഇപ്പൊ REF റിലേയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെയുള്ള പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുക, പുതിയ പുതിയ പ്രോഡക്ട്സ് വന്നുകൊണ്ടിരിക്കുക, പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുക. അതിലേക്കുള്ള സാധ്യതകൾ എന്താന്ന് കണ്ടെത്തുകയും അതിനുവേണ്ട സോഫ്റ്റ്വെയറുകൾ എന്താണ്, അതിൽ പറ്റിയ പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കുക. അതൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട്. അതിന് വളരെ ചെറിയ പണം കൊടുത്ത് മാത്രം കോഴ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ കോഴ്സുകൾ നമ്മൾ സർട്ടിഫൈ ചെയ്താൽ നമുക്ക് നമ്മുടെ CV-യിൽ അത് ആഡ് ചെയ്യാം. ഐ ഡിഡ് ദിസ് കോഴ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയ കോഴ്സ് നമ്മൾ പഠിച്ചു എന്നും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്കില്ലുണ്ട് എന്നും നമ്മുടെ CV-യിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അത് ഹൈലൈറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഹൈലൈറ്റ് ചെയ്യണം. നിങ്ങൾ ഇത്തരത്തിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ലിങ്ക്ഡിനിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ അത് നിങ്ങളെ CV അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൂടുതൽ പവർഫുൾ ആക്കാൻ സഹായിക്കും. ഓക്കെ, ഇൻഷാല്ലാ, ജസാക്കല്ലാഹ് ഖൈർ, മഷ്കൂർ. കുഡ് യു പ്ലീസ് പ്രൊവൈഡ്? ഓക്കെ, എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ കോഴ്സുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഖത്തർ നമ്പറാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ? ഡൗട്ട്സ് ഒന്നും പറയണ്ട, നമുക്ക് ഡിസ്കഷൻ പോലെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സമയം ഒരുപാടായില്ലേ, നാളെ ഡ്യൂട്ടിക്ക് പോകണ്ടോ? ഞാൻ ഇന്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് മറ്റൊരു സമയത്താക്കാം ഇൻഷാ അല്ലാഹ്. എനിക്കൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്നാണ്. അത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ എന്നാ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് വളരെ നല്ല ചെറിയ സമയം കൊണ്ട് വളരെ നമുക്ക് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ ഒഴിവാക്കണമെന്നും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്ന യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ജോലി നോക്കുന്ന ആളുകൾക്ക് നമ്മൾ KPISയുടെ ജോബ് ഹെൽപ്പ് ഡെസ്ക് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് അത് ഉപകാരപ്പെടും. അതിലാരെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച PN അബ്ദുൽ ലത്തീഫ് മദനിയെ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ക്രിയേറ്റിവിറ്റി വിങ്ങിന്റെ അഷ്റഫ് ഏറിനും നന്ദി അറിയിക്കുന്നു.
ക്രിയേറ്റിവിറ്റി ഇത് ഇനി ഇതിൽ തന്നെ നമുക്ക് ഇന്റർവ്യൂ ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. അതുപോലെ ഇതിന്റെ ഒരു സെക്കൻഡ് സെഷൻ ഉണ്ടാവുമെങ്കിൽ അത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ഇത് ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. താങ്ക് യു.